നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് എല്ലാ പുരാണ കഥകളും നമ്മൾ പറയാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ടുള്ളതുണ്ട്, കാര്യമായിട്ടുള്ളത്. പക്ഷേ അപൂർവങ്ങളായിട്ടുള്ള ചില പുരാണ കഥകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 19 കഥകളൊക്കെയായി പറയണത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും, പലരും കേൾക്കാത്തവരും ഉണ്ടാകും. ഒന്നുകൂടി കഥ കേൾക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് ഞാൻ പറയാൻ വന്നു, പുരാണത്തിൽ ഒരുപാട് മഹർഷിമാരുണ്ട്. നാരദ മഹർഷിയെപ്പറ്റി കേട്ടിട്ടില്ലാത്തവരേ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് വീണാപാണിയാണ് അദ്ദേഹത്തിൻ്റെ ആ വീണയുടെ പേരാണ് മഹതി. ആ മഹതി എന്ന് പറയുന്ന വീണ കൈ നെറ്റിപ്പിടിച്ചുകൊണ്ട് എല്ലാ 14 ലോകങ്ങളും മേലോട്ടും കീഴ്പോട്ടുമായിട്ട് നാരായണ 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 എന്ന് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു മഹാത്മാവാണ് നാരദ മഹർഷി. അദ്ദേഹത്തിന് ഇങ്ങനെ ഇരിക്കെ എല്ലാ ഭൂലോകങ്ങളും സഞ്ചരിച്ചു. പല മഹർഷിമാരെയും കാണാറുണ്ട്. വൈകുണ്ഠത്തിലും പലപ്പോഴും എത്താറുണ്ട്. വിഷ്ണു ഭക്തനാണ്. നാരായണ ജപിക്കുന്നവരാണല്ലോ വിഷ്ണു ഭക്തന്മാർ. അദ്ദേഹം ഒരു ദിവസം വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് ചോദിച്ചു, മഹാത്മാവേ, എനിക്ക് തോന്നുന്നു ഞാൻ അത്രയ്ക്ക് ഒരു നല്ല മഹർഷിയൊന്നും അല്ല എന്ന്. എനിക്കത്ര പുണ്യങ്ങളൊന്നുമില്ല, ഞാനത്ര പുണ്യാത്മാവൊന്നുമല്ല എന്ന് എനിക്കൊരു തോന്നൽ. അതെന്താണെന്നറിയില്ല. എന്നേക്കാളൊക്കെ മഹത്വമുള്ളവർ ധാരാളം പേരുണ്ടല്ലോ അല്ലേ? അങ്ങേക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കൃഷ്ണൻ സംശയം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എനിക്ക് വേണ്ടത്ര പുണ്യം ലഭിച്ചിട്ടില്ല. കാര്യം ഞാൻ സദാസമയം നാരായണ നാമൊക്കെ ജപിക്കുന്നുണ്ട്, അതുകൊണ്ടായോ എന്ന് ഇങ്ങനെ പറയണേ. അപ്പോൾ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു അപ്പോൾ ഒന്ന് വെറുതെ ചിരിച്ചു. അത് കഴിയുമ്പോൾ അങ്ങ് പറയൂ, എനിക്ക് പുണ്യം ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും പുണ്യമുണ്ടോ? ഞാൻ പുണ്യാത്മാവാണോ എന്ന് വീണ്ടും ചോദിച്ചു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ ഒത്തിരി നേരം കണ്ണടച്ചിരുന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് ഇവിടെ നിന്ന് കുറച്ച് മാറി ഇതിൻ്റെ വാസ്തവസ്ഥിതി അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. അങ്ങ് അതുപോലെ ചെയ്യാൻ തയ്യാറാണല്ലോ? ഞാൻ തയ്യാറാണ്. അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. ഇവിടുന്ന് കുറച്ച് മാറിയിട്ടൊരു മാന്തോപ്പുണ്ട്, ഒന്ന് അവിടത്തോളം പോയിട്ട് വരും. അയ്യോ, ഞാൻ എന്തിനാ ഇപ്പം ഈ മാന്തോപ്പിൽ പോണേ? അല്ല, അങ്ങൊന്ന് പോയിട്ട് വരൂ, ഏതായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പോയിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. നാരദ മഹർഷി ഉടൻ തന്നെ തൻ്റെ വീണ എടുത്ത് നാരായണ നാരായണ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. കുറച്ച് ദൂരം ചെന്നപ്പോൾ മാന്തോപ്പിലെത്തി. അപ്പം മാങ്ങ അങ്ങനെയൊന്നുള്ള കാലമൊന്നുമല്ല, മാവ് പൂത്തിട്ടുമില്ല, മാങ്ങയില്ല, അങ്ങനെയൊക്കെയുള്ള നിൽക്കണ ഒരു കാലമാണ്. അദ്ദേഹം അവിടെയൊക്കെ ചുറ്റും നോക്കിയിട്ട് വിശേഷമൊന്നും കണ്ടില്ല. കുറേ മാവുകളുണ്ട്, മാന്തോട്ടം തന്നെ. അത്ര അങ്ങനെ നടന്നു. എന്തായാലും കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വയ്യാണ്ടായി, ക്ഷീണം തോന്നി. എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ മാവിൻ്റെ അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു വേരിലായിട്ട് ചെന്നിരുന്നു. കുറച്ചേരം വിശ്രമിക്കാം, അത്രേ ഉള്ളൂ ഉദ്ദേശം. പക്ഷെ അവിടെ ഇരുന്ന് നാരദ മഹർഷി ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തോ ദുർഗന്ധം അനുഭവപ്പെട്ടു. ഇതെന്തത്? ഇതെവിടുന്നത്? എന്തോ ഒരു വല്ലാത്ത അസഹ്യമായ ദുർഗന്ധം. എന്താ ഇത്? വല്ല ജീവികളൊക്കെ ചത്തിച്ചിഞ്ച് കിടപ്പുണ്ടാവും അവിടെ എന്ന് വിചാരിച്ച് ചുറ്റുമൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഒറ്റ നടത്തിലൊന്നും കണ്ടില്ല. കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ചാണകക്കുഴി. ചാണകം തന്നെ കൊണ്ടുവന്ന് കൂമ്പാരായിട്ടിട്ടിട്ട് കുറച്ച് വിസ്താരമുള്ള കുഴിയാണ്, നിറയെ ചാണകമുണ്ട്. ആ ചാണകത്തിൻ്റെ പുറത്തായിട്ട് ഒരു പുഴു ദൂരേനെ കണ്ട പുഴു തന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. വലിയൊരു ഇതെന്താ ഈ പുഴു എന്നെ ഇങ്ങനെ നോക്കണേ? മനുഷ്യർ ദേഷ്യപ്പെട്ട് നോക്കണ പോലെ. അയ്യോ എന്ന് വിചാരിച്ചു. ഇദ്ദേഹം നടന്ന് ആ ചാണകക്കുഴിയുടെ ഏതാണ്ട് അടുത്തെത്താറായി കഴിഞ്ഞപ്പോൾ ഈ പുഴു പതുക്കനെ ചുരുണ്ട് കിടന്നിരുന്ന പുഴു പതുക്കനെ നിവർന്നങ്ങോട്ട് അങ്ങോട്ട് ഉയരാനുള്ളൊരു തത്രപ്പാട്. അങ്ങോട്ട് തലയങ്ങോട്ട് പൊതിച്ച് ഉയരാനങ്ങോട്ട് ശ്രമിക്കുന്നോടുകൂടി പെട്ടെന്ന് പുഴുവിന് എന്താണെന്നറിയില്ല, ശ്വാസം കിട്ടാണ്ടാണോ ഉയരാൻ പറ്റാഞ്ഞിട്ടാണോ, പുഴു അങ്ങോട്ട് മറിഞ്ഞു വീണു മാത്രമല്ല മലർന്നങ്ങോട്ട് കിടന്നിട്ട് നാരദ മഹർഷി നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, ആ പുഴു അങ്ങോട്ട് ചത്തുപോയി. അദ്ദേഹം വല്ലാണ്ട് അത്ഭുതപ്പെട്ടു. തന്നെ കണ്ട മാത്രയിലാണല്ലോ ആ പുഴു ചത്തത്. ഇതേ കണ്ടില്ലേ, ചത്തു മലന്നു എന്ന് പറഞ്ഞാൽ ചത്തു മലന്നു. അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമായി.
താൻ എന്താ ഈ ദുർഗന്ധം എന്ന് അന്വേഷിച്ചു നീ ഇവിടത്തോളം വന്നു. അതൊരു ചാണകക്കൂനയെന്ന് മനസ്സിലായി. അതിൻ്റെ മുകളിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് തോന്നണേ. പുഴു അനങ്ങാണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കണം തന്നെ കണ്ടപ്പോൾ അതിങ്ങനെ തുറപ്പിച്ച് നോക്കി. പരിചയം എന്താ, ആരാ അത് എന്നുള്ള അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ചത്തു മലച്ചു. അതുണ്ടായത്. അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമായി. താൻ പുണ്യാത്മാവല്ല, മാത്രമല്ല താൻ ദുഷ്ടാത്മാവും കൂടിയപ്പോൾ ദുരാത്മാവും കൂടിയാണ്. അതല്ലേ തന്നെ കണ്ട മാത്രയില്ല പുഴു ചത്തുപോയത് എന്നൊക്കെ കരുതി. എന്തായാലും ഈ വിവരം കൃഷ്ണനോടൊന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യം എന്ന് കരുതി അദ്ദേഹം വേഗം വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ, ഭഗവാനെ, മഹാവിഷ്ണു, എന്താ ഇത്? അന്ന് പറഞ്ഞില്ലേ ഞാൻ പുണ്യാത്മാവാണെന്ന്? എന്നെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ദുരാത്മാവാ, എനിക്കൊരു പുണ്യമില്ല. എന്താണ്ടായേ? അപ്പോൾ ഈ മാന്തോപ്പിൽ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് ദുർഗന്ധം തോന്നി, നടന്ന് ക്ഷീണിച്ചപ്പോൾ വിശ്രമിച്ചു, ദുർഗന്ധം തോന്നി. ചെന്ന് നോക്കിയപ്പോൾ ചാണകക്കൂന കണ്ടു. ചാണകക്കൂനയുടെ മുകളിൽ ഇരുന്നൊരു പുഴു എന്നെ കണ്ട മാത്രയിൽ അങ്ങോട്ട് ചത്ത് മലർന്നു വീണു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ദുരാത്മാവായത് കൊണ്ടല്ലേ ആ പുഴു എന്നെ കണ്ട മാത്രയിൽ അങ്ങോട്ട് ചത്ത് മലച്ചത്. അപ്പോൾ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഒട്ടൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. മഹർഷി, അങ്ങ് എന്താ അറിഞ്ഞു കാര്യങ്ങൾ? അങ്ങനെ മഹത്വമൊക്കെ ഇനി അങ്ങ് അറിയാനിരിക്കണേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ആ മാന്തോപ്പിൽ വരെ ഒന്നുകൂടി പോയിട്ട് വരുമോ? അങ്ങ് ഈ ചാണകക്കൂനയല്ലേ കണ്ടുള്ളൂ, ദുർഗന്ധമല്ലേ കണ്ടുള്ളൂ. പുഴുവും ഇങ്ങനെ സംഭവിച്ചു. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മാവിൻ്റെ വലിയൊരു പൊത്തുണ്ട്. ആ പൊത്തിലൊന്ന് പോയി നോക്കിയിട്ട് വരാമോ? ഞാനിനി പോണോ തിരുവനന്തപുരം? ഞാൻ പോണോ? ഞാൻ എന്നെ കണ്ട വഴിക്ക് അതിലുള്ള പല ജീവികളും ചത്തു വീണാലോ. പിന്നെ തന്നെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും മഹർഷിയെ കാണുമ്പോഴേക്കും അങ്ങോട്ട് ചത്തു മലച്ച് വീഴല്ലേ. ആ പുഴുവിന് വല്ല സുഖടനെയാണ് അറിഞ്ഞിരിക്കുക, അതുകൊണ്ട് വീണത്. അതൊന്നുമല്ല കാര്യം. അങ്ങനെ കണ്ടതുകൊണ്ടൊന്നും അല്ല പുഴു ചത്തുപോയത്. നിർബന്ധിച്ചു. അങ്ങനെ കൃഷ്ണൻ നിർബന്ധിച്ചപ്പോൾ നാരദർ വീണ്ടും മാന്തോപ്പിലേക്ക് പോയി. അവിടെ ചെന്നു പുഴു ചത്തു മലച്ച് കിടക്കുന്ന ചാനകക്കൂടയുടെ ഭാഗത്തേക്കേ പോയില്ല, വേറൊരു ഭാഗത്തു കൂടെ പോയി പൊത്തുള്ള മാവ് കണ്ടുപിടിച്ചു. സംഗതി ശരിയാണ്, കുറച്ച് ഉയരത്തിലായിട്ട് പൊത്തുണ്ട്. അതായത് അപ്പുറത്ത് കിടക്കുന്ന അപ്പുറത്തൊരു പാറക്കല്ലുണ്ട്. താൻ ആ പാറക്കല്ലുമ്മ കയറി നിന്നിട്ട് ആ പൊത്തിലേക്ക് നോക്കി. അടുത്ത് നിന്ന് നോക്കിയൊന്നും കാണില്ലല്ലോ, കുറച്ച് ദൂരെ മാറി നിന്നിട്ട് നോക്കണതല്ലേ കാണാനെളുപ്പം. അപ്പോൾ കുറച്ച് ദൂരെ മാറി കിടക്കണം ആ പാറക്കല്ലുമ്മ വലിഞ്ഞ് കയറി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാമെന്നൊക്കെ പ്ലാനിട്ടു. അവിടെ ചെന്നു. പൊത്തു മാത്രമേ കാണാനുള്ളൂ. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പാറയും അങ്ങനെ കയറാനായിട്ട് കയറി കഴിഞ്ഞപ്പോൾ ഏങ്ങലടിച്ച് കരയണ ഒരു തത്ത അങ്ങനെ ഏങ്ങലടിച്ച്, തത്തകൾ മനുഷ്യരെ പോലെ വർത്തമാനം പറയണൊരു പക്ഷിയാണ്. അതിങ്ങനെ ഏങ്ങലടിച്ച് ഇങ്ങനെ കഷ്ടമായല്ലോ, ഇത്രയും കഷ്ടമായല്ലോ, ഇത്രയ്ക്ക് ദുരിതമായല്ലോ, എന്ത് പാപം ചെയ്തട്ടാ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയണം. അപ്പോൾ മഹർഷിക്ക് തോന്നി ആരുടെ കരച്ചിലാണല്ലോ കേൾക്കണേ, ആ പൊത്തിനകത്ത് ഏതോ പക്ഷികളുണ്ടെന്ന് തോന്നുന്നു എന്ന് കരുതി ഈ പാറയുമ്പോൾ നിന്നിട്ട് അദ്ദേഹം ഏങ്ങി വലിഞ്ഞ് അടുത്ത് നിൽക്കണ ഒരു മരക്കമ്പിൽ ഒറ്റപ്പിടിച്ച് കയറി ഈ കൂട്ടിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കൂടിൻ്റെ വാതിൽക്കൽ ഒരു തത്ത ഇരിക്കണം. പെട്ടെന്ന് ആ തത്ത കരച്ചിലൊക്കെ നിർത്തി നാരദ മഹർഷി ഇങ്ങനെ നോക്കി. ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത് ഇദ്ദേഹത്തെ ആയിരുന്നുല്ലേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കി. അപ്പം മഹർഷിയും കണ്ടു തത്ത വാതുക്കെ വന്നിരിക്കുന്നുണ്ട്. ഈ സത്യമായിരിക്കുമോ കരഞ്ഞേ, എന്തിനാവോ കരഞ്ഞേ, അന്വേഷിക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നി. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. തത്ത ഇങ്ങോട്ട് മഹർഷി അതുപോലെ തന്നെ ഭീമാ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനു പറയണോ, തത്ത പെട്ടെന്ന് കീഴ്പോട്ടേക്കാൻ വീണേലും പ്രകാരഭേദം തത്ത അവിടെ കിടന്നും പെടുന്നാൻ മരിച്ചു. അയ്യോ, മഹർഷി വല്ലാണ്ട് വിഷമിച്ചു. ഒരു കണക്കിന് സങ്കടപ്പെട്ട് ഒരു കണക്കിന് പാറയുടെ മുകളിൽ നിന്നും ഇറങ്ങി വന്ന് എന്തിനു പറയണു, താഴ്ത്തു വന്ന് വളരെയേറെ ദുഃഖബാധ. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമായില്ലേ ഞാൻ ദുരാത്മാവ് തന്നെയാണ്. എന്നെ കണ്ട മാത്രയിൽ ഇതാ ചാണകപ്പുഴു ചത്തുപോയി. ഇപ്പം അതാ എന്നെ കണ്ട മാത്രയിൽ ഈ തത്തമ്മ
അതും താഴത്തേക്ക് വീണു ചത്തുപോയി. എന്തൊരു കഷ്ടം അത്. ഞാൻ ദുരാത്മാവായതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ, ഇവരൊക്കെ ജീവൻ വെടിയേണ്ടി വന്നേ എന്നിങ്ങനെ വിഷമിച്ച് അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഈ കഥയുടെ പേര് നാരദൻ്റെ മാഹാത്മ്യം. കഥയുടെ പേര്, ഒരുപാട് മഹർഷിമാരുണ്ട്. നാരദ മഹർഷിയെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനിയായൊരു മഹർഷി തന്നെയാണ്. 14 ലോകങ്ങളിലും തൻ്റെ വീണയായ മഹതി മീട്ടിക്കൊണ്ട് നാരായണ ജപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹർഷിയാണ് നാരദ മഹർഷി. അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഒരു ചാണകപ്പുഴും ചത്തുപോയി, ഒരു തത്തമ്മയും മരിച്ചുപോയി. സങ്കടം സഹിക്കവയ്യാതെ ഞാൻ ഇത്രയ്ക്കും ദുരാത്മാവായില്ലോ എന്ന് കരുതി അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ അടുത്ത് സങ്കടം പറയാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ ഇന്ന് ഈ കഥ ഇവിടെ നിർത്തുക. ഇതിൻ്റെ തുടർച്ചയായിട്ട് നാരദൻ്റെ മാഹാത്മ്യം 1-ാം ഭാഗമാണ് ഇന്ന് പറഞ്ഞത്. 2-ാം ഭാഗം ഞാൻ നാളെ പറയും. ഈ കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം. ചില ഞാൻ ഈ കഥ കേട്ടേക്കണത് ഭാഗവത സപ്താഹം കേൾക്കുന്ന വേളയിൽ ആചാര്യൻ പറഞ്ഞു കേട്ട ഒരു കഥയാണിത്. ഇതിൻ്റെ 2-ാം ഭാഗം ഞാൻ നാളെ പറയും. അപ്പോൾ അതുവരേക്ക് കാത്തിരിക്കാമല്ലോ. എന്താ സംഭവിച്ച്, അദ്ദേഹം ദുരാത്മാവാണോ മഹാത്മാവാണോ എന്ന് നമുക്കറിയണ്ടേ. ഈ കഥ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കും. ഞാൻ മാലതി വാര്യർ. എൻ്റെ ഫോൺ നമ്പർ 9744 സോറി, എനിക്ക് കാണാതെ ഓർമ്മയില്ല കേട്ടോ. ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. നന്ദി.